നമസ്കാരം. ആരോ ചന്തയ്ക്ക് പോയതുപോലെ എന്ന പഴമൊഴി ഓർമ്മിപ്പിക്കും വിധം ഇത്തവണയും കേരളത്തിൽ നിന്നുള്ള ടൂറിസം വകുപ്പ് സംഘം കഴിഞ്ഞ ആഴ്ച ലണ്ടനിലെത്തി. ലോകത്തെ ഏറ്റവും വലിയ ടൂറിസം മേളയായ വേൾഡ് ട്രാവൽ മാർട്ടിൽ പങ്കെടുക്കാൻ KTDC ചെയർമാൻ PK ശശിയുടെ നേതൃത്വത്തിലെത്തിയ സംഘം ഇത്തവണയും വെറും കൈയോടെ മടങ്ങി. കോവിഡിന് ശേഷം വിദേശ സഞ്ചാരികൾ കൈവിട്ട കേരളത്തെ അതിന്റെ പേരിൽ തന്നെ വേൾഡ് ട്രാവൽ മാർട്ട് അടക്കമുള്ള ലോബിംഗ് കേന്ദ്രങ്ങളും കൈവിട്ടെന്ന സൂചനയാണ് തുടർച്ചയായ രണ്ടാം വർഷവും വെറും കൈയോടെയുള്ള കേരളത്തിന്റെ മടക്കം സൂചിപ്പിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൽ കിട്ടാത്ത റെസ്പോൺസിബിൾ പുരസ്കാരം കിട്ടിയെന്ന അവകാശവാദമാണ് അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉയർത്തിയതെങ്കിൽ 2 വർഷം മുൻപ് വമ്പൻ പ്രതീക്ഷകളുമായി എത്തി കേരളത്തിൽ നിന്നും UK പഠിക്കാനെത്തിയ SFA-കാരെ ഉപയോഗിച്ച് ടൂറിസം പ്രൊമോഷൻ നടത്താം എന്നൊക്കെ പറഞ്ഞുപോയ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിനെ പിന്നീട് ആ വഴി കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. വർഷാവർഷം സർക്കാർ ചിലവിൽ ഒരു ലണ്ടൻ ട്രിപ്പ് നടത്തുക എന്നതിൽ കവിഞ്ഞൊരു ലക്ഷ്യം ഒരിക്കലും കേരള ടൂറിസം കാട്ടിയിട്ടില്ലാത്തത് ഇത്തവണയും ആവർത്തിച്ചു എന്നാണ് ബിസിനസ് ഡീൽ നടന്നെന്ന അവകാശവാദം പോലും ഇല്ലാത്ത മടക്കം സൂചിപ്പിക്കുന്നത്. മറ്റു രാജ്യങ്ങൾ 219 കോടി രൂപയുടെ ബിസിനസ് ഡീൽ സ്വന്തമാക്കി മടങ്ങിയപ്പോഴാണ് കേരളത്തെ ആരും ഗൗനിച്ചില്ല എന്നതിന്റെ പ്രസക്തി കൂടുന്നത്. എന്നാൽ ആന്ധ്ര അടക്കമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ടൂറിസം മന്ത്രിയെ തന്നെ അയച്ച് ബിസിനസ് ഡീലുകൾ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ഗോവ, കർണാടക, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവരൊക്കെ ഇന്ത്യക്ക് വേണ്ടി ലണ്ടൻ ട്രാവൽ മാർട്ടിൽ തിളങ്ങിയപ്പോൾ കേരളത്തിന് തുടർച്ചയായ രണ്ടാം വർഷവും നിരാശയോടെ മടങ്ങേണ്ടി വന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. വിദേശ സഞ്ചാരികൾക്ക് വേണ്ടാത്ത കേരളത്തെ തങ്ങൾ എന്തിന് ഗൗനിക്കണമെന്ന നിലപാടാണ് ട്രാവൽ മാർട്ട് സംഘാടകരും കൈക്കൊണ്ടത്. കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന പ്രദേശങ്ങൾക്ക് അവാർഡ് നൽകി ടൂറിസം പ്രൊമോഷന് സാധ്യതകൾ നൽകുന്ന വേൾഡ് ട്രാവൽ മാർട്ടിൽ നിന്നും തുടർച്ചയായ രണ്ടാം വർഷവും കേരളത്തെ തേടി ഒരു പുരസ്കാരവും എത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. കോവിഡിൽ തകർന്നടിഞ്ഞ കേരളത്തിലെ ടൂറിസം രംഗത്തോട് വിദേശ സഞ്ചാരികൾ മുഖം തിരിച്ചതിന് സർക്കാരിന്റെ പിടിപ്പുകേടും പ്രധാന കാരണമാണ്. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സാവധാനം വിദേശ സഞ്ചാരികളെ ആകർഷിക്കുമ്പോൾ ആ നേട്ടം എടുക്കാൻ പോലും കേരളത്തിന് കഴിയുന്നില്ല. തെരുവ് നായ മുതൽ അടുത്തിടെ പടരുന്ന മസ്തിഷ്കബാധിത മരണം വരെ വിദേശ മാധ്യമങ്ങളിലും തലക്കെട്ടാകുമ്പോൾ കേരളത്തെ പരിഗണിക്കുന്നതിൽ സഞ്ചാരികൾ മടിക്കും എന്ന് തിരിച്ചറിയാത്തത് കേരളത്തിലെ ടൂറിസം വകുപ്പ് തന്നെയാണ്. പൊതുമരാമത്ത് പോലെ പിടിപ്പത് പണിയുള്ള വകുപ്പിനൊപ്പം ടൂറിസം കൂടി മന്ത്രി മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുമ്പോൾ ഭരണപരമായ നിശ്ചലതയും വകുപ്പിൽ പിടികൂടിയിട്ടുണ്ടെന്നും വ്യക്തം. വിദേശികൾക്ക് പകരം ആഭ്യന്തര സഞ്ചാരികൾ പെരുകിയ നൂറ്റം കൊള്ളുന്ന കേരള സർക്കാർ അതുവഴി വന്നിരിക്കുന്ന വരുമാന ചോർച്ച കണ്ടില്ലെന്ന് നടിക്കുന്നതും കേരള ടൂറിസം തിരിച്ചുവരവിന്റെ പാതയിലേക്ക് എത്താൻ പ്രധാന തടസ്സമാകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഗൾഫ് യാത്രയുടെ പശ്ചാത്തലത്തിൽ മരുമകനായ ടൂറിസം മന്ത്രി കൂടി ലണ്ടൻ യാത്ര നടത്തുന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളും ആയുധമാക്കും എന്നതിനാലാകാം മന്ത്രി ഇത്തവണയും യാത്ര ഉപേക്ഷിക്കാൻ കാരണമായതെന്നും പറയപ്പെടുന്നു. വൻതോക്കുകൾ നിറഞ്ഞാടുന്ന ലണ്ടൻ ട്രാവൽ മാർട്ടിൽ തനിക്കായി ഒന്നും ചെയ്യാനില്ലെന്ന തിരിച്ചറിവും ആദ്യ യാത്ര കൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിന് ബോധ്യമായിരിക്കണമെന്നും ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടവർ ട്രാവൽ മാർട്ടിൽ ശുഷ്കമായ കേരള പവലിയനിലടക്കം പറഞ്ഞിരുന്നു. ആന്ധ്രയിൽ നിന്നും മറ്റും മന്ത്രിതല പ്രതിനിധികളെത്തി ഓടി നടന്ന ടൂറിസം വിദഗ്ധരുമായി കൂടിക്കാഴ്ചകൾ നടത്തിയ പശ്ചാത്തലത്തിലാണ് കേരളം വെറും നോക്കുകുത്തികളായി മാറിയത്. മുൻ വർഷങ്ങളിൽ പടയണിക്കോലങ്ങളും കെട്ടുകുതിരയും ഒക്കെ കേരള പവലിയനിൽ പ്രദർശിപ്പിക്കാൻ നാട്ടിൽ നിന്നും എത്തിച്ചേരുന്ന സ്ഥാനത്ത് ഇത്തവണ 2 ആനയുടെ പടവും ലണ്ടനിലുള്ള ചെണ്ടക്കാരുടെ 2 ചെണ്ടയും കൊണ്ട് ശുഷ്കമായ പവലിയനാണ് കേരളം തയ്യാറാക്കിയത്. സ്വാഭാവികമായും ഒരാളും തിരിഞ്ഞു നോക്കാതെ കാലിയായി കിടക്കുന്ന പവലിയനാണ് 3 ദിവസവും കാണാനായത്. കടുത്ത ലോബിയിങ് നടക്കുന്ന ലണ്ടൻ ട്രാവൽ മാർട്ടിനെ കേരള ടൂറിസം വകുപ്പ് എത്ര ലാഘവത്തോടെയാണ് കാണുന്നത് എന്നതിന് പവലിയൻ തന്നെ കൃത്യമായ ഉത്തരമായിരുന്നു. ഉദ്യോഗസ്ഥരടങ്ങിയ സംഘത്തിന് എല്ലാ വർഷവും മുടക്കമില്ലാതെ ഒരു ലണ്ടൻ യാത്ര എന്ന പതിവിലേക്ക് കേരളം ചുരുങ്ങുകയാണ് ലണ്ടനിലെ വേൾഡ് ട്രാവൽ മാർട്ടിൽ നിന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചാണ് ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി നടന്ന വേൾഡ് ട്രാവൽ മാർട്ട് കൊടിയിറങ്ങിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ തിളങ്ങിയ മേളയിൽ കേരളത്തിന്റെ സാമ്പത്തിക പരാധീനത വ്യക്തമായതും കാണികളെ കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ മറ്റ് പവലിയനിലേക്ക് എത്തിക്കാൻ പ്രധാന കാരണമായി. കഴിഞ്ഞ വർഷം രാഷ്ട്രീയ വിവാദം കൊടുപിരി കൊണ്ടിട്ടും PK ശശി ലണ്ടൻ യാത്ര മുടക്കാതെ നോക്കുന്നതിൽ വിജയിച്ചെങ്കിലും ആ യാത്ര സംസ്ഥാന ടൂറിസത്തിന് നഷ്ടമല്ലാതെ നേട്ടമൊന്നും എത്തിച്ചില്ല. ആ പതിവ് ഇത്തവണയും ആവർത്തിച്ചു. അതിനിടെ ആന്ധ്രയ്ക്ക് വേണ്ടി ടൂറിസം മന്ത്രി കണ്ടില ദുർഗേഷ് അടക്കമുള്ള സംഘമെത്തി സജീവമായ പ്രാതിനിധ്യമാണ് മേളയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രകടിപ്പിച്ചത്. 30ഓളം വിദേശ സംഘങ്ങളുമായി ചർച്ച നടത്തിയാണ് അദ്ദേഹം ആന്ധ്രയിൽ ടൂറിസം രംഗത്ത് നിക്ഷേപം നടത്താൻ ക്ഷണിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി ദിയ കുമാരി, ഗോവ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ ടൂറിസം മന്ത്രിമാരും നിക്ഷേപകരെ തേടി മുഴുവൻ സമയവും മേളയിൽ സജീവമായിരുന്നു.